ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇന്ന് രാവിലെ 6 മണിക്കാണ് കോൾ ടൈം. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സമയം 6 മണിയാണ് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ടീമുകളൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മളും കൂടെ താഴോട്ട് പോട്ടെ. വണ്ടി വന്നാൽ നോക്കട്ടെ. വണ്ടി വന്നൊന്നും തോന്നില്ല. അൻവർ കൂടുന്നുണ്ട്. ഞാൻ നേരെ ഇനി വന്നിട്ടാ. സംഭവം എനിക്ക് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് നല്ല രീതിക്ക് ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് എന്ന് പറയാം, മുള്ളു കുത്തുന്ന പോലെ ത്രോട്ട് പെയിൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഞാൻ തിരിച്ച് പോകുമെന്നാണ് വിചാരിച്ചത്. എന്താണ് കൂട്ടവിടെ ഇല്ല കൂട്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് രാവിലെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പദ്ധതിയിലായിരുന്നു. പക്ഷേ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു മരുന്നുണ്ടായിരുന്നു. നമ്മൾ ഗാർഗിൾ ചെയ്യാനുള്ള, നമുക്ക് തൊണ്ടയിൽ വെച്ചിട്ട് ഗാർഗിൾ ചെയ്യാനുള്ള മരുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഗാർഗിൾ ചെയ്ത്, അതുപോലെ തന്നെ ഉപ്പും ചൂടുവെള്ളവും വെച്ചിട്ട് അതും വെച്ച് ഗാർഗിൾ ചെയ്തപ്പോൾ ചെറിയ രീതിക്ക് മാറ്റമുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റാണോ നമ്മൾ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. ബാക്കി ടീം താഴെ ഉണ്ടോ എന്നും അറിയത്തില്ല. നോക്കാം. നമ്മൾ മൂന്നാമത്തെ എല്ലാവരും മുകളിലാണ് നോക്കാം. ഇത്രയും ഇറങ്ങട്ടെ. താഴെ എന്നും കാണുന്ന പോലെ കുട്ടന്മാർ. ഓക്കെ, രണ്ടുപേരെന്നുള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും വണ്ടി വന്നില്ല കേട്ടാ. അവിടെ ഇരിക്കാം. ഓക്കെ, ചാവി വെച്ചാ അസല് ഗുണ്ട. ഗുഡേ കണ്ടോ? ഗുഡേ നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ. ഓക്കെ, അവർ റെഡി ആയിരുന്നു. ഹലോ അർജുൻ. ഹലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. 2ാം ദിവസം. ഓക്കെ, ഇറങ്ങ്. ഞാനേ ഇന്നലെ വൈകിട്ട് ഇവിടുത്തെ ബീച്ച് സ്ഥലം കാണിച്ചതല്ലോ, പുറകു സൈഡിൽ. അത് ഇന്ന് രാവിലെ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാണ് ലൊക്കേഷൻ്റെ പുറകു സൈഡിലുള്ള ബീച്ച്. അല്ല, തിരയൊക്കെ കണ്ട നല്ല സാവധാനം പതുക്കെയാണ് അടിക്കുന്നത്. ചെറിയ തിരകളാണ്. നമ്മളെ എന്താണ് ചോദിച്ചാ? ഓക്കെ, അസല് ഗുണ്ട. അത് ആയോ? കോസ്റ്റ്യൂം മാറ്റാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കോസ്റ്റ്യൂം മാറ്റാൻ പറയുന്നുണ്ട് കേട്ടോ. കോസ്റ്റ്യൂം മാറിയിട്ട് കോസ്റ്റ്യൂം മാറാൻ പറഞ്ഞു. കോസ്റ്റ്യൂം മാറിയിട്ട് പിന്നെ വീഡിയോ എടുക്കുക നടക്കില്ല കേട്ടോ. അതിനുശേഷം നോക്കാം, എടുക്കാം. ഓക്കെ, ആയോ? ഏത് മലയും കടലും? മനസ്സിലായോ? ഞാൻ ഇങ്ങനെ നടന്നു. ഇത് വേണോ? വേണ്ടല്ലേ? അത്
ആയോ പിള്ളേരെ. ഞാൻ ദോശ മാത്രം എടുത്തുള്ളൂ. ദോശ മാത്രം മതി. ഹലോ സുഹൃത്തുക്കളെ, സമയം ഇപ്പോൾ 2 മണി. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ പുറകിൽ ആ ബീച്ചിലാണ്. ഇതാണ് ഉച്ച സമയത്തുള്ള കാഴ്ചയാണിത്. ഇപ്പോൾ ഇത്തിരി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെയല്ല, ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡും കുറച്ച് എന്താണ് അധികമാണ്. മറ്റേ പതുക്കെ അല്ല തിരയടിക്കുന്നത്. പക്ഷെ ഇതുവരെ താഴെ ഇറങ്ങില്ല ചേട്ടാ. ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എൻട്രൻസ് ഇല്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അവിടെ കാണുന്നത് ഒരു പാർക്കാണ്. അവിടെ പാസ് എടുത്തിട്ട് വേണം ഇറങ്ങാൻ. ഓക്കെ, വിദൂരതയിലേക്ക് കണ്ണും നോട്ടിയിരിക്കുന്ന ആദ്യത്തെ സുഹൃത്തുക്കളെ, നമ്മളെ സീനായില്ല കേട്ടാ. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ നല്ല തകർത്ത് പെയ്യുവാണ് കേട്ടാ. ഓസം. ഇവിടെ ഫൈറ്റ് ട്രെയിനിങ് ചെയ്യുകയാണ് നമ്മുടെ ഫൈറ്റേഴ്സ്. എടാ അജയ, നീ മറ്റല്ല അതല്ലേ ചെയ്യുന്നത്? അതല്ലേ നോട്ടീസേ തിരിച്ചു കൊടുക്കണോ? ഈ മിസ്സില്ലേ, മിസ് മിസ് വന്ന് ചവിട്ടി അത് പോണ്ട. ഈ മിസ് ചെയ്തില്ലേ പക്ഷേ അത് ക്രിസ്റ്റോ പിടിച്ചപ്പേക്ക് മക്കിയില്ല. ജസ്റ്റ് നീ മേടിച്ച് മറ്റേ കിക്ക് ഗ്രോയിൽ പോയി അയാളെ ഗ്രോയിൽ പോയി. ഇവിടെ കൊറേ നേരം കൊണ്ടെടുത്ത് കാണിച്ചോണ്ടിരിക്കും. അടിയും വരുന്നില്ലല്ലേ. ഞാൻ ലാസ്റ്റ് സൂപ്പർമാൻ പറ്റിയില്ലേ. They call me a bad man, that's a fucking good thing. Mama said swing back when another man swings, so I make my mama proud and they make their heads ring. Father forgive. ഹായ്, അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു കേട്ടാ. ഷൂട്ട് മാത്രം കഴിഞ്ഞെന്നല്ല, ഇന്ന് പാക്കപ്പായി. നമ്മൾ 8 ദിവസത്തെ പരിപാടിക്ക് വന്നതാണ് കേട്ടാ. 2 ദിവസത്തെ ഷൂട്ട് നടന്നുള്ളൂ. ഇനി അടുത്ത മാസമാണ് ഷൂട്ട് പറഞ്ഞിരിക്കുന്നത്. വല്ലാത്തൊരു അടിയായിപ്പോയി, നമ്മൾ അറിഞ്ഞില്ല. എന്തൊക്കെയോ
എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മള് എന്ത് പറയാനാണ്, നമ്മളെ മൂഞ്ചി. താങ്കൾ എന്താണ് ഇതുകൊണ്ട് താങ്കൾക്കുണ്ടായ അനുഭവം എന്താണ്? മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി, ആസ്വദിച്ചു കിട്ടിപ്പോകുന്നു. താങ്കൾക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ 10 ദിവസം വേണ്ടി വന്ന ആൾക്കാരാണ്. അവിടെ 10 ദിവസമായിട്ട് രണ്ടുപേരും മൊത്തം നോക്കി നല്ല. ഇനി നമ്മൾ അടുത്ത മാസം കാണാം. അതെ, അടുത്ത മാസം. ഇനി നമ്മൾ അടുത്ത മാസമാണ് കേട്ടോ അവർക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് രാത്രി തങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ വീട്ടിലേക്കല്ല, നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ട്രെയിനിങ് സ്റ്റേറ്റ് സ്റ്റൺസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. കൃത്യമായിട്ടൊരു പ്ലാൻ അറിയത്തില്ല, എന്തായാലും അതൊക്കെ റൂമിൽ ചെന്നിട്ട് തീരുമാനിക്കാൻ കഴിയും. ഓക്കെ, അതെല്ലാം ഒരു ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ആ ഓക്കെ, കയറിക്കോ സുഹൃത്തുക്കളെ, നമുക്ക് പോകാനുള്ള വണ്ടി റൂമിലേക്കുള്ള. ഓക്കെ, നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ വണ്ടി ഇരുന്ന്. ചായ കുടിക്കാനുണ്ടോ? ചായ കുടിച്ചിട്ട് റൂമിലോട്ട് കയറാം. മുമ്പ് കണ്ടിട്ടുണ്ടോ? I have seen this reel before. I have already seen this reel before എന്ന് പറയാം. I have seen this reel. അപ്പം നമ്മൾ വീണ്ടും റൂമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഹയ്യേ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ത്രോട്ട് പെയിൻ ഉണ്ടെന്നുള്ള കാര്യം. നല്ല ത്രോട്ട് പെയിൻ വീണ്ടും നല്ല രീതിക്ക് കൂടുന്നുണ്ടെങ്കിൽ ഒരു നാക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല വേദനയായി കേട്ടോ. സെക്കൻഡ് ഫ്ലോർ ആയ രീതിയിൽ. ഓ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് രാവിലെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പോയിരുന്നെങ്കിൽ നമ്മൾ ഒരാൾ കുറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ച് സീനായേനെ. നമ്മൾ 8 പേരെ വെച്ചിട്ടായിരുന്നു പരിപാടി സെറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, ദൈവം സഹായിച്ച് എന്തൊക്കെ ഭാഗം കൊണ്ട് രാവിലെ കുറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതേപോലെ ഇന്ന് വൈകുന്നേരമായി വന്നപ്പോൾ വീണ്ടും സെയിം വേദനയാണ്. എന്താണ് നാളെ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ റൂമിൽ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് പുഷപ്പും കാര്യങ്ങളൊക്കെ അടിച്ചു, കുറച്ച് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നു കേട്ടോ. ഫുഡ് വെളിയിൽ വന്നിരിപ്പുണ്ട്. ഫുഡ് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് 8 പേർക്കുള്ള ഫുഡാണ്. ബാക്കി ടീമുകളൊക്കെ പുറത്ത് പോയിരിക്കുകയാണ്. ഓക്കെ, അരക്കൈയാണ്. എൻ്റെ എൻ്റെ വിളിക്കപ്പോൾ ഉണ്ട് കേട്ടാ അടുക്ക് പാത്രം.
ഇതാണ് നമുക്കുള്ള ഫുഡ്. സുഹൃത്തെ അൻവർ ഓരോന്നോരോന്നായി തുറക്കുകയാണ് സുഹൃത്തുക്കളെ. ചരിച്ചോ ഈ സാധനം ചരിച്ചോ, ചരിയുടെ സൈഡിലോട്ട് ചരിയുടെ. ഇല്ല ഞാൻ കഞ്ഞി, ചിക്കൻ കറി, വെജിറ്റബിൾ കറി, ചപ്പാത്തി, ഉള്ളി, ചമ്മന്തി, പെരുമ്പയർ. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ ഫുഡ്. ഇന്ന് ചിക്കൻ ഫ്രൈ ഇല്ല. എൻ്റെ നാക്ക് നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. നല്ല പെയിനായി. നാളെ വർക്ക്ഷോപ്പ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകണം. നല്ല വേദനയുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നാളത്തെ വിശേഷങ്ങൾ നാളെ വരെ. ബൈ.